എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ബൈ ട്രാൻസ്ഫർ എക്സാമിന്റെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ്. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എത്ര അവർ പഠിക്കണം ഒരു ദിവസം അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്സ് ഇത്ര അവർ പഠിക്കണം എന്നുള്ളതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മൈക്രോ അനാലിസിസ് നടത്തി വേണം ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. കാരണം എന്താ, ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും കോമൺ ഫാക്ടർ എന്താണ്? സമയമില്ലായ്മ അല്ലെങ്കിൽ സമയക്കുറവാണ്. കാരണം ജോലിയുടെ ഒപ്പം വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഹൈ വെയിറ്റേജ് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിക്കണം. അതിൽ തന്നെ ഏറ്റവും മിനിമം സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഷുവർ ഷോട്ട് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് വേണം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് വേണം ആദ്യം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 2020 ശേഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡിഗ്രിയിലുള്ള എക്സാംസിന്റെ ഒരു അനാലിസിസ് നടത്തണം. ആ അനാലിസിസ് തന്നെ ഹൈ വെയിറ്റേജ് ഏരിയാസ് സ്കോറിംഗ് ഏരിയാസ് നമുക്ക് തരം തിരിച്ച് മാറ്റി വെക്കാൻ പറ്റും. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണോ പ്രിപ്പയർ ചെയ്തോളൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ഈ ഹൈ വെയിറ്റേജ് ഏരിയാസിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും പ്ലാൻ ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ സിലബസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, സേഫ് സ്കോർ എത്രയായിരിക്കും. ഈ സേഫ് സ്കോർ എന്ന് പറയുന്നത് ഒരു ഗസ് ആണ്. എല്ലായ്പ്പോഴും അത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം, അതുപോലെ തന്നെ എക്സാം വളരെ ഈസിയാണ്, എല്ലാവർക്കും ഈസി ആണെങ്കിൽ എത്ര മാർക്കായിരിക്കും സേഫ് സ്കോർ എന്നൊക്കെ നമുക്ക് ഏറെക്കുറെ നമ്മുടെ പ്രീവിയസ് റാങ്ക് ലിസ്റ്റുകളും ഇത്രയും റാങ്ക് ലിസ്റ്റുകൾ ഒരു കളക്റ്റീവായിട്ട് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമുക്കത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ അനാലിസിസ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കഴിഞ്ഞ തവണത്തെ AE ബൈ ട്രാൻസ്ഫറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസും, അതുപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടി അനലിറ്റിക് ആയിട്ടുള്ള ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള KWA, അതായത് കേരള വാട്ടർ അതോറിറ്റിയുടെ AE ഇലക്ട്രിക്കലിന്റെ സിലബസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഒപ്പം നമ്മൾ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സാമിന് വേണ്ടി മിനിമം സമയത്ത് ഞാൻ പറഞ്ഞു, ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും സമയം വളരെ കുറവാണ് എഴുതാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട്. പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് മിനിമലാണ്. ആ മിനിമം സമയം കൊണ്ട് എങ്ങനെ ഒരു പവർ പ്രിപ്പറേഷൻ നടത്താമെന്നും എങ്ങനെയാണ് റിവിഷൻ അതുപോലെ തന്നെ നോട്ട് മേക്കിംഗ് ഇതെല്ലാം ചെയ്യേണ്ടതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തന്നെയാണ് പറയുന്നത്. അവസാനം വരെ ഒന്ന് കേട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരുടെയും ഡൗട്ട് എന്ന് പറയുന്നത് പല കുട്ടികളും ഇപ്പം നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ പോലും ചോദിക്കുന്ന കാര്യം എന്താണ്, എങ്ങനെ തുടങ്ങണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏത് സബ്ജക്റ്റ് വെച്ച് തുടങ്ങണം എന്നൊക്കെ പലതരത്തിലുള്ള ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് തീർത്തിട്ടാണോ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകേണ്ടത്, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണം നമുക്ക് ഡിസൈൻ ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സ് ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജി, നമ്മളുടെ കുട്ടികൾ തന്നെ ഇത് ഫോളോ ചെയ്ത് പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ടിരിക്കുക. നിങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സബ്ജക്ട്സും വാരി വലിച്ച് പഠിക്കാൻ നിൽക്കരുത്. സിലബസ് വാസ്റ്റ് ആണ്. അപ്പോൾ ഹൈ വെയിറ്റേജ് ഹൈ സ്കോറിംഗ് ഏരിയാസ് പിക്ക് ചെയ്ത് അതിൽ തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ എങ്ങനെ വേണം എന്നുള്ളത്, ഓരോ ടോപ്പിക് വൈസ് സബ് ടോപ്പിക് വൈസുള്ള സ്റ്റഡി പ്ലാൻ. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 378/2025 ആണ്. 21 വേക്കൻസീസ് ആണ് ഇപ്പം നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും AE ആയി മാറിയിട്ടുണ്ട്. 80 പേർക്കാണ് എന്ത് ചെയ്തത് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള വേക്കൻസീസിനെ കുറിച്ചും എത്ര വേക്കൻസി വരെ പോയേക്കാന്നൊക്കെ അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള കോമ്പറ്റീഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. മാത്രമല്ല ഇത് എഴുതുന്ന പല കുട്ടികളും റീസെന്റ് ആയിട്ട് ബോർഡിൽ കയറിയവരും ഉണ്ടാവും, അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ ആയിട്ട് കയറി ഉണ്ടാവും. അവർ ഓൾറെഡി തന്നെ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ, അത് ഓൾറെഡി നിങ്ങളുടെ കൂടെ ഉള്ളവരാണെങ്കിലും ഇതിന് മുമ്പ് കയറിയവരാണെങ്കിലും ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്ട്രാറ്റജി ഒരു പവർ പ്രിപ്പറേഷൻ അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഈ വീഡിയോ കേട്ടിരിക്കുക, അവസാനം വരെ നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ അത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ആദ്യം തന്നെ ഞാൻ സിലബസിലേക്ക് പോവാണ്. സിലബസ് നോക്കുക. എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനുള്ള സിലബസ് തന്നെയാണ്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ തന്നെ ചെറിയ മാറ്റങ്ങളായിരിക്കും. ഓക്കെ, കാരണം 1-2 ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനുള്ള സാധ്യതയാണ് മാക്സിമം ഉണ്ടാവുക. സാധാരണ ഡിഗ്രി ലെവലിലെ ഇത് അല്ലെങ്കിൽ നമ്മുടെ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ കോർ ടെക്നിക്കൽ എക്സാം ആണെങ്കിൽ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇനി ഇവിടെ നോക്കി, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ്. ഇവിടെ ഇലക്ട്രിക്കൽ മെഷീൻസ് ഒന്നും അല്ല സിലബസിൽ സാധാരണ കാണാൻ, DC ജനറേറ്റർ എന്നാണ്, പക്ഷേ അത് മെഷീൻസ് ആണ്. അപ്പോൾ ഈ ഇത്രയും 10 മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മോഡ്യൂളിനും 10 മാർക്കാണ്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെയും സിലബസ്. ഇത്തവണയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതേ സിലബസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കോർ സിലബസ് ഒന്നും എന്തായാലും മാറാൻ പോകുന്നില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 10 മോഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ഇനി ഈ 10 മോഡ്യൂൾസിനെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു മൈക്രോ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. നോക്കാം.
അതായത് ഈ 10 ഇതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ എൻ്റെ ഇഷ്ടത്തിന് റീഅറേഞ്ച് ചെയ്തല്ല, ഇതിന് ഓരോ കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഇലക്ട്രിക് സർക്യൂട്ട്സ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ട്രാൻസ്ഡ്യൂസേഴ്സ്, ഈ ഇത്രയും മോഡ്യൂൾസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ പറയുന്ന ഈ 6 മോഡ്യൂൾ, ഈ 10ൽ 6 മോഡ്യൂൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന, മിനിമം സമയം കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഇനി ബാക്കിയുള്ളത് അങ്ങനെ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ചിലപ്പോൾ മെഷീൻസോ അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം ഒക്കെ ചിലപ്പോൾ നേരെ ഇപ്പുറത്തേക്ക് വരാം. കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് സർക്യൂട്ട്സ് നിങ്ങൾ ആദ്യം പല കുട്ടികളും ചോദിക്കുന്നത് ആദ്യം തുടങ്ങേണ്ട സബ്ജക്ട് ഏതാണ്? ആദ്യം തുടങ്ങേണ്ടത് ഒരു സംശയമില്ലാതെ പറയാം ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. ഈ ഇലക്ട്രിക് സർക്യൂട്ട്സും മാഗ്നറ്റിക് സർക്യൂട്ട്സും എന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിന് ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ ഒരിക്കലും പഠിക്കാൻ പാടില്ലാത്ത 2 സബ്ജക്ട്സ് ആണ്. ഇത് നമുക്ക് കണക്ക് പോലെ നമ്മുടെ ഫിംഗർ ടിപ്സിൽ വേണം. ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാൻ നമ്മൾ എക്സാമിന് ഒരു മാസം മുമ്പോ ഒരാഴ്ച മുമ്പോ പഠിക്കാൻ പാടില്ല. അത് ആദ്യം പഠിച്ചിട്ട് ഇലക്ട്രിക്കലിന്റെ എക്സാം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് പഠിച്ച് കഴിയുമ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറയും. കാരണം ഈ ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ ബേസിക്സ് വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് പവർ സിസ്റ്റം ആയിക്കോട്ടെ, പവർ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, എല്ലാത്തിലും സർക്യൂട്ട് അനാലിസിസ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ആക്കി മാറ്റുക. അത് തന്നെയാണ് നമ്മൾ ആദ്യത്തെ പ്രിപ്പറേഷൻ സബ്ജക്റ്റ് നമ്മൾ പറയുന്നതും ഇലക്ട്രിക് സർക്യൂട്ട്സ് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങൾ ഒരു 8 to 9 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10 മാർക്കിൽ 8 to 9 സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്തത് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. കമ്പാരിറ്റീവ്ലി ഈസിയാണ്, തിയറിറ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് വരും. ഇപ്പോൾ ചില ന്യൂമറിക്കൽസും വരാറുണ്ട്. അതും നിങ്ങൾക്ക് ഏകദേശം 10ൽ 8 മുതൽ 9 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരുപാട്, അതായത് നമുക്ക് ഇതുവരെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടില്ല, അതായത് ഒരു കേരള PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ സബ്ജക്റ്റിലും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സും ആ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ടെസ്റ്റ് സീരീസ് മാത്രം അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 8 to 9 മാർക്സ് ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 3 സബ്ജക്റ്റും ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് 8 into 3 24 മാർക്സ് ആയി. ഇനി അടുത്തത് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മെഷർമെന്റ്സ്. അത് പഠിക്കുക. ഇനി സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. പലർക്കും സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, എസ്പെഷ്യലി ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സിഗ്നൽസും അല്ലെങ്കിൽ ഓരോ ബേസ് സിഗ്നലും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ബാക്കി എക്സ്ട്രാ ടെസ്റ്റ് സീരീസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതും പഠിക്കുക. അഗെയിൻ ഇത് പലരും സ്കിപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ മിനിമം സമയം കൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് മാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരുവിധപ്പെട്ട 99% ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പഠിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുമാണ്. നിങ്ങൾ കോളേജിൽ പഠിച്ചതുപോലെ ഒന്നും അല്ല. അങ്ങനെ ഒരു പേടി സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വിട്ടേക്കുക. ഈ സബ്ജക്റ്റ് പഠിക്കുക. വളരെ സ്കോറിംഗ് ആണ്. പലരും സ്കിപ്പ് ചെയ്യുന്നതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 to 9 മാർക്സ് ഉറപ്പിക്കാവുന്നതാണ്. സിമ്പിളാണ്. ഒരുപാട് കാണാതെ പഠിക്കാനൊന്നുമില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അതാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്. അഗെയിൻ ട്രാൻസ്ഡ്യൂസേഴ്സ് തിയററ്റിക്കൽ ആയിട്ടുള്ള ഏരിയ ആണ്. 10 മാർക്ക് നിങ്ങൾക്ക് 10ൽ 8 മുതൽ 9 മാർക്ക് വരെ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. അപ്പോൾ ഇത്രയും തന്നെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 6 into 8 മാർക്സ് ആണ്, അല്ലെങ്കിൽ 48 മാർക്സ് നിങ്ങൾക്ക് അവിടെ ആയി. ഓക്കെ, 48 മാർക്സ് ആയി. ഇനി ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ 45 മാർക്കിന് അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ താഴെ ഇട്ടേക്കുന്നത്? മെഷീൻസ്, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, ഇത് റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എക്സാംസിനെല്ലാം തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ഒന്നിലധികം കോൺസെപ്റ്റ്സ് അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് പലപ്പോഴും കണ്ടുവരാറ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അല്ല, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഒരു 6 മുതൽ 10ൽ ഒരു 6 or 7 അല്ലെങ്കിൽ ഈവൻ 5 നിങ്ങൾ സ്കോർ ചെയ്താലും ഇറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഇത് എക്സാം എളുപ്പമാണെങ്കിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല, ഇതിലും കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, നമുക്ക് മാർക്ക് കൂടില്ല. പക്ഷേ അതനുസരിച്ച് എന്ത് ചെയ്യാം? എല്ലാവരുടെ മാർക്കും കൂടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ടോപ്പിക്സ് ഇന്ന് ചിലപ്പോൾ ചിലപ്പോൾ കൺട്രോൾ സിസ്റ്റം ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 8 to 9 സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ചിലപ്പോൾ സിഗ്നൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസോ അല്ലെങ്കിൽ സിലബസ് സാധാരണ ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ഇവിടുത്തെ മാർക്ക് പോവും. പക്ഷേ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. 100 മാർക്കും അറ്റംപ്റ്റ് ചെയ്തിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കരുത്. ടെക്നിക്കൽ എക്സാംസിന് 100 മാർക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ നമുക്ക് മാക്സിമം സ്കോർ കിട്ടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ റീസെന്റ് ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അനലിറ്റിക്കൽ ആയിട്ടുള്ള ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോവുക. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു, വെറും 5 മാർക്ക് നിങ്ങൾ നോക്കുക. 5 into 4 കഴിഞ്ഞാൽ തന്നെ എത്രയായി? 20 മാർക്കായി. ആ 20 48 + 20 ആണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്കായി.
ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ ഞാൻ ഇവിടെ 5 മാർക്ക് നിങ്ങൾ ഇതിൽ നിന്ന് ഓരോന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല, അല്ല 5 ക്വസ്റ്റ്യൻ ഓരോന്നിനും ആൻസർ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ പറ്റും. അത് എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാനുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഒരു മാർക്ക് ഇത്രയും വേണ്ടി വരും നിങ്ങൾക്ക് ടോപ്പിൽ എത്താൻ, അല്ലെങ്കിൽ അടുത്ത പ്രൊമോഷൻ കിട്ടാനായിട്ട് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും എന്നുള്ളത് ആദ്യം മനസ്സിലുറപ്പിക്കുക. 2020 മുമ്പ് നടന്ന എക്സാമിൻ്റെ പാറ്റേണോ ആ രീതിയിലുള്ള കോമ്പറ്റീഷനോ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോരുത്. അങ്ങനെ പ്രതീക്ഷിച്ച് എന്തെങ്കിലും ഓടിച്ച് പഠിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ എക്സാമിൻ്റെ ടോപ്പിലേക്ക് എത്താൻ പോകുന്നില്ല. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, അത്രയധികം കുട്ടികൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല റീസെൻ്റ് ആയിട്ട് കയറിയവരെല്ലാവരും ഓൾറെഡി എക്സാമിന് പ്രിപ്പയർ ചെയ്ത് സബായിട്ട് കയറിയവരൊക്കെ ഓൾറെഡി എക്സാമിൻ്റെ ഒരു പ്രിലിമിനറി പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ ക്ലിയർ ആയിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ തന്നെ നിങ്ങളിവിടെ എക്സ്പെക്ട് ചെയ്യുക. ആ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നിന്നുകൊണ്ട് ഈ ഒരു മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത് എക്സാം ആ ഒരു മോഡറേറ്റ് ലെവലാണെങ്കിൽ നിങ്ങൾ ഇത്രയും മാർക്കെങ്കിലും സ്കോർ ചെയ്യുക. ഇനി എക്സാം ഈസി ആണെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് സ്കോറിങ് കൂട്ടാൻ പറ്റും. പോയിന്റ് ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഞാൻ 8 മാർക്ക് ഇട്ടില്ല, ഇവിടെ 5 മാർക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ടും നിങ്ങൾക്ക് ഈ 68 മാർക്ക് കഴിഞ്ഞ അവിടുത്തെ ഫസ്റ്റ് റാങ്കിൻ്റെ മാർക്കാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാനിതൊക്കെ എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നത്, വെറുതെ ഞാൻ വന്ന് തള്ളുകയല്ല. കാരണം ഇതെല്ലാം ഈ പറയുന്ന നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൻ്റെ ഒരു അനാലിസിസ് നിങ്ങൾ നടത്തിയാൽ മതി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ കേരള PSCയുടെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹാർബറിൻ്റെയും KWയുടെയും AEയുടെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ PYQൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ടെൻഷൻ അടിക്കണം. പക്ഷേ ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രിപ്പറേഷനിലേക്ക് എടുത്ത് ചാടാനായിട്ട്. ഓക്കെ, ഇത് എളുപ്പമുള്ളൊരു പരിപാടിയല്ല, പക്ഷേ തീർച്ചയായിട്ടും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും. അത് ഹാർഡ് വർക്കിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ വെയിറ്റേജ് ഏരിയാസും ഹൈ സ്കോറിംഗ് ഏരിയാസും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഇലക്ട്രിക്കൽ മെഷീൻസ് നിങ്ങൾ ഡീറ്റെയിൽ 10 മാർക്കിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ടോപ്പിക്സ് പഠിച്ചിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട്. നമുക്ക് അവിടെ ഈ ഇലക്ട്രിക്കൽ മെഷീൻസ് ഇത്ര പഠിച്ചാൽ മതി എന്ന് പറയാനും പറ്റില്ല. കാരണം വാസ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ 3 സെമസ്റ്ററിലായിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ് ഇലക്ട്രിക്കൽ മെഷീൻസ്. അതുപോലെ തന്നെ പവർ സിസ്റ്റം, അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സ് വരുന്ന ക്വസ്റ്റൻസ്, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്, പല സെമസ്റ്ററിലായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 10 മാർക്കിന് പഠിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അവിടെ നമ്മളൊരു കാൽക്കുലേറ്റീവ് എന്ത് ചെയ്യണം, ഒരു കാൽക്കുലേറ്റീവ് സ്ട്രാറ്റജി കൊണ്ടുവരിക. എത്ര പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര മാർക്ക് കിട്ടും, മാക്സിമം മാർക്ക് ഇത്രയും കിട്ടും. ഇതൊക്കെ നമുക്ക് 100% പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റവും അതുപോലെ തന്നെ 100% നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന ടോപ്പിക്കാണ്. റീസെൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ടാർഗറ്റ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വേണം പഠിച്ച് തുടങ്ങാനായിട്ട്. പോയിന്റ് ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് ഞാൻ റീസെൻ്റ് എക്സാംസിൻ്റെ ഒരു അനാലിസിസ് നിങ്ങളോട് പറഞ്ഞത്. ഇനി അടുത്തത് നോക്കുക, ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. കഴിഞ്ഞ അവിടുത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ മാർക്കിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഞാനൊന്ന് പറയാം. ഓക്കെ, കഴിഞ്ഞ അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നിങ്ങൾ നോക്കി. ഇത് കഴിഞ്ഞ തവണത്തെ AE ബൈ ട്രാൻസ്ഫർ എക്സാമിൻ്റെ അനാലിസിസ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സിമ്പിളാണ്. തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ 35 ക്വസ്റ്റ്യൻ ആണ്. തിയററ്റിക്കൽ നമുക്ക് തിയറി അറിയാമെങ്കിൽ ഡയറക്റ്റ്ലി തന്നെ എഴുതാം, അവിടെ ന്യൂമറിക്കൽ ഒന്നുമില്ല. ന്യൂമറിക്കൽ ടൈപ്പ് ഏറെക്കുറെ 32 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി ആപ്ലിക്കേഷൻ ലെവൽ അനലിറ്റിക്കൽ ടൈപ്പ്, അതായത് ഇത്തിരി നമുക്കൊന്ന് മൈൻഡ് അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് 1-2 കോൺസെപ്റ്റെങ്കിലും അപ്ലൈ ചെയ്താൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ലെവൽ 25 ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നല്ല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പലപ്പോഴും ഇവിടെ ഈ തിയറി ബാർ കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഈ 35 എണ്ണത്തിൽ 30 എണ്ണവും മിക്കവാറും ഉള്ളവരൊക്കെ ശരിയാക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവിടെ എഡ്ജ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ന്യൂമറിക്കൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ 32 എണ്ണത്തിൽ 25, 27, 28 ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 5-6 എണ്ണം കുറച്ച് ലെങ്തി ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷനിൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് നന്നായിട്ട് അറിയണം. ആ 25 എണ്ണത്തിൽ നിങ്ങളൊരു 15 എണ്ണം ചെയ്താൽ തന്നെ നിങ്ങൾ ബാക്കി മെജോറിറ്റി ആൾക്കാരെ പിന്നിട്ട് കഴിഞ്ഞു. ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. അത് അറിയണമെങ്കിൽ വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 to 5 ക്വസ്റ്റ്യൻസ് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി അത് നിങ്ങൾ പഠിച്ചാൽ അത് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏത് ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ ലീവ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എല്ലാ ക്വസ്റ്റിനും 1 മാർക്കാണ്. ഒരു ക്വസ്റ്റിന്റെ പുറകെ നിങ്ങൾ 10 മിനിറ്റ് കളഞ്ഞാലും ഒരു മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു 5 ചോദ്യം ഉണ്ടെങ്കിൽ ആ 5 ചോദ്യങ്ങൾ എഴുതാനായിരിക്കണം നിങ്ങൾ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ആ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈഗോ കാണിക്കരുത്.
ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും മിനിമം സമയം കൊണ്ട് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് അല്ലെങ്കിൽ ആ ചോദ്യങ്ങളുമാണ് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അത് എഴുതാനായിട്ട്, അതിന് വേണം പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. അതെല്ലാം നമ്മുടെ എക്സാം സ്ട്രാറ്റജിയിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ തവണത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഞാൻ ഇത് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ തവണത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറുടെ മാർക്ക് ഞാൻ പറഞ്ഞാണ്. ഇനി ഇതിന് പകരം വേറെ രീതിയിൽ ഫോർമാറ്റിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അതായിരുന്നു KWAയുടെ, അതായത് വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നോക്കി, അവിടെ 40% ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ടൈപ്പ് ആയിരുന്നു. അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, ന്യൂമറിക്കൽ 40% വരികയാണെങ്കിൽ ആ പേപ്പർ ലെങ്തിയാണ്, ഒരുപാട് സമയമെടുക്കും. ഇതൊക്കെ ഒരു 2020 മുമ്പൊക്കെ നമ്മൾ, അല്ലെങ്കിൽ 20 മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പല ആൾക്കാരും അനലൈസ് ചെയ്ത് പഠിക്കുമായിരുന്നു. അതിൽ ഫിഗറുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, അതിൽ സർക്യൂട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ എന്തിനാണ്, ഇതൊന്നും ഒരിക്കലും കേരള PSCക്ക് വരില്ല, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല എന്നൊക്കെ തർക്കിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച കുറച്ച് ഓവറായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഇനി എങ്ങനെ തലകുത്തനെ വന്നാലും ശരി, നമുക്ക് കൂളായിട്ട് പോയി എഴുതാം. നമുക്ക് പറ്റുന്നത് മാക്സിമം നന്നായിട്ട് എഴുതാനും പറ്റും. കാരണം നമ്മളിപ്പോൾ KWയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയാൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിനാണ്, അതിൻ്റെയൊക്കെ വാല്യൂ മാറ്റി തന്നിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ ആ രീതി നിങ്ങൾ ക്ലാസ്സിൽ തന്നിട്ടുള്ള ഇത്തിരി ലെങ്തി ആയിട്ട് പഠിക്കാൻ ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല, അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ക്ലാസ്സും വെച്ചിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ തന്നിരിക്കുന്ന ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ അതേ ടൈപ്പ് വരികയാണെങ്കിൽ നിങ്ങൾ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ ചിലപ്പോൾ 2 മിനിറ്റ് മതിയാവും, പക്ഷേ അത് ആരും സ്കോർ ചെയ്യാത്ത 2 മാർക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു മാർക്കായിരിക്കും. അപ്പോൾ അത് ഈ പറയുന്ന പോലെ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ന്യൂമറിക്കൽ ടൈപ്പ് ഏകദേശം 40 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ലെങ്തി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പലർക്കും സമയം തികയാത്തൊരു എക്സാമാണ് വാട്ടർ അതോറിറ്റിയുടെ എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നതാണ്. ഇനി തിയറിറ്റിക്കൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് 30 ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ പറഞ്ഞു ലെങ്തി ആൻഡ് ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻസ് ഈ 40 തന്നെ ഏകദേശം 23 ക്വസ്റ്റ്യൻ ലെങ്തി ആയിരുന്നു. ഇനി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 5 ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ. എഗെയിൻ മൊത്തം 100 മാർക്കിന് ഇതായിരുന്നു ഡിവിഷൻ. അപ്പോൾ ഇവിടെയും നമുക്കറിയാവുന്ന ഈ 40 ലെങ്തി, അല്ലെങ്കിൽ ഈ 23 ഈ 23 ശരിക്കും നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് ലെങ്തിയാണ്, നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് ടെസ്റ്റ് സീരീസ് കറക്റ്റ് ആയിട്ട് എഴുതുക, ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് എഴുതുക. ഈ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ 23 ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റ് റൗണ്ടിലെ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാണ് നിങ്ങൾ കൊണ്ടുവരേണ്ട, ഈ പ്രിപ്പറേഷനിലൂടെ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയും മനസ്സിലാക്കുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ തവണത്തെ ബൈ ട്രാൻസ്ഫറിന്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് എന്ന് പറയുന്നത് 68 മാർക്കാണ്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏറ്റവും ലാസ്റ്റ് ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 41 മാർക്കാണ്. 1 മുതൽ 80 വരെയായിരുന്നു റാങ്കുകൾ ഉണ്ടായിരുന്നത്. 80 പേർക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. 80 പേർക്ക് അപ്പോയിന്റ്മെന്റ് പോയി എന്നറിയാം. അപ്പോൾ നോക്കുക, നിങ്ങൾ ഈ മാർക്കിന്റെ സ്പ്രെഡ് നോക്കി, 27 മാർക്കാണ് ഫസ്റ്റ് റാങ്കും ഈ പറയുന്ന പോലെ ലാസ്റ്റ് റാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി വരുമ്പോൾ ഈ എക്സാം നടക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ റീസെന്റ് ആയിട്ട് കിട്ടിയ കുട്ടികളും അതുപോലെ തന്നെ ബാക്കി ഈ പ്രിപ്പറേഷൻ ഓൾറെഡി ചെയ്തവരും ഇൻസ്പെക്ടറേറ്റ് ഒക്കെ പഠിക്കുന്നവരൊക്കെ ഈ പറയുന്നത് ഓൾറെഡി ഈ പ്രിപ്പറേഷൻ്റെ ട്രാക്കിലാണ്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലൂടെ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതല്ലാതെ വേറെ ഒരു കോംപ്രമൈസും അവിടെ ചെയ്യാൻ പറ്റില്ല, പ്രിപ്പറേഷനിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതെല്ലാം നിങ്ങൾക്കൊരു തിരിച്ചറിവിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ച് ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡിൽ അതുപോലെ ക്വസ്റ്റ്യൻ ടൈപ്പിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഈ ലെവലിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. പോയിന്റ് ക്ലിയർ ആണോ? ഇതിനു വേണ്ടി എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും കൂടി ഞാനൊന്ന് പറയാം. ഓക്കെ, നോക്കുക, ഇതിനു വേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ എങ്ങനെ നിങ്ങൾ ഏത് പ്രിപ്പറേഷൻ ആണെങ്കിലും, സെൽഫ് സ്റ്റഡി ആണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സബ്സ്റ്റേഷനിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ, എവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫൗണ്ടേഷൻ, നിങ്ങൾ 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ആദ്യം ഒരു സബ്ജക്റ്റ് വെച്ച് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ആദ്യമേ കയറി എല്ലാ സബ്ജക്ട്സും ടഫായിട്ടുള്ള സബ്ജക്റ്റും, അല്ലെങ്കിൽ ആദ്യമേ കയറി മെഷീൻസ്, ആദ്യമേ കയറി പവർ സിസ്റ്റം, ആദ്യമേ കയറി കൺട്രോൾ സിസ്റ്റം അല്ല. ആദ്യം സർക്യൂട്ട്സ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് അതിൽ 10ൽ 9 എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുമ്പോൾ മാത്രമേ സർക്യൂട്ട്സ് നിങ്ങൾ അവസാനിപ്പിക്കാവൂ. അത് ലാസ്റ്റ് ഈ പറയുന്ന പോലെ എക്സാം അടുക്കുമ്പോൾ, എക്സാമിന് 1 മാസം മുമ്പ് സർക്യൂട്ട്സ് തൊടാൻ പാടില്ല. കാരണം അത് കണക്ക് പോലെയാണ്, നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും പഠിക്കാറുണ്ടോ, അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് 1 സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഓരോ ഇതിൻ്റെയും ഫണ്ടമെന്റൽസ് പഠിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് വെക്കുക. ആദ്യത്തെ ഒരു 2 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക,
ഒരു സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബേസിക്സ് തൊട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 2 സബ്ജക്റ്റ് പാരലായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 സബ്ജക്റ്റ് പാരൽ പ്രിപ്പറേഷൻ നടത്തുക. അതിന് ഏറ്റവും നല്ല 2 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നെറ്റ്വർക്ക് തിയറി അല്ലെങ്കിൽ സർക്യൂട്ട്സും സിഗ്നൽസും പാരലായിട്ട് പഠിക്കുക എന്നുള്ളത് കുറച്ച് റിലേറ്റഡും ആണ്, മാത്രമല്ല പഠിക്കാൻ ഇത്തിരി രസവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ ഇത് ക്ലിയർ ചെയ്യുക. ഇത് ഇത്രയും ക്ലിയർ ചെയ്താൽ തന്നെ ഈ 20-ൽ നിങ്ങൾക്ക് ഒരു 15 തൊട്ട് 18 മാർക്ക് വരെ ഉറപ്പിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആവും. ഇത് രണ്ടും നിങ്ങൾക്ക് ഇതിൽ നെറ്റ്വർക്ക് തിയറി പിന്നെയും നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സിഗ്നൽസ് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പോലും ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി അതും കഴിഞ്ഞ് നിങ്ങൾ ഒരു മാസം 1.5 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു 40 ഡേയ്സ് 45 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്നിലധികം സബ്ജക്ട്സ് പാരലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്യുക. ടെസ്റ്റുകൾ എഴുതി തുടങ്ങാം. ഇനി ടെസ്റ്റുകൾ എക്സാം ഡിക്ലെയർ ചെയ്തിട്ട് എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ തന്നെ ഉറപ്പിക്കുക നിങ്ങളുടെ എക്സാമിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും കുറവായിരിക്കും. ടെസ്റ്റുകൾ എഴുതുക. 150 ടെസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റുകൾ എഴുതുക. മാർക്ക് കുറഞ്ഞോട്ടെ, ആരും നിങ്ങളുടെ റാങ്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ. ഈ പറയുന്ന അവസാനത്തെ മോക്കിന് മാത്രമേ നമ്മൾ റാങ്ക് പബ്ലിഷ് ചെയ്യുള്ളൂ. നിങ്ങളെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്വയം അറിയാൻ പറ്റും. വേറെ ആരുടെയും റാങ്ക് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ കാര്യങ്ങൾ നോക്കി ടൈം മാനേജ്മെൻറ്റ് നോക്കി മുന്നോട്ട് പോവുക. പോയിന്റ് ക്ലിയർ ആണോ? അതായത് ഫസ്റ്റ് മാസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ എഴുതി തുടങ്ങുക. അത്രയും ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂളിൽ തന്നെ ഇത്ര ടോപ്പിക് കഴിഞ്ഞ ഒരു ടെസ്റ്റ് പറയുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഏതൊരു ഇലക്ട്രിക്കൽ എക്സാം ആണെങ്കിലും ഈ രീതിയിൽ തന്നെ സബ്ജക്ട് വൈസ് ക്ലാസ് കാണുക, കോൺസെപ്റ്റിന് ക്ലാരിറ്റി വരുത്തുക, ഹൈ വെയിറ്റേജ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതുക. ഇനി നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ വർക്കിംഗ് ആണ്, അതൊന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു എക്സ്ക്യൂസ് ഇല്ല. ഷോർട്ട് നോട്ട് എഴുതാതെ അല്ലെങ്കിൽ നിങ്ങളുടേതായ ക്രിസ്പ് നോട്ട് എഴുതാതെ നിങ്ങൾക്ക് റിവിഷൻ പോസിബിൾ അല്ല. ഒരുപാട് സമയമെടുക്കുക റിവിഷൻ. അത് ഏറ്റവും എളുപ്പമാക്കി തരുന്നത് നിങ്ങളുടെ ഈ ഷോർട്ട് നോട്ടാണ്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ തന്നെ കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റൻസും റിവിഷൻ ത്രൂ ക്വസ്റ്റൻസും ചെയ്യുന്നുണ്ട്. ടൈപ്പ് ബേസ്ഡ് ക്വസ്റ്റൻസ് പറയാറുണ്ട്. ചില ടിപ്സും ട്രിക്സും ഈസി മെത്തേഡ്സും പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻസ് പലപ്പോഴും അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻസിലൂടെ പലപ്പോഴും നമ്മളൊരു കഥയാണ് പറയുന്നത്, അതായത് ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. അത് ആ ക്വസ്റ്റൻസിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റൻ ഇത്രയും വലിയ ലെങ്തി ക്വസ്റ്റൻ ആണല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. പഠിക്കുക അത്. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന 5 ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ കേരള പി എസ് സി വരിക. ആ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ഒരിക്കലും കേരള പി എസ് സി വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് ബേസിസ് കൊണ്ടുള്ള 4-5 ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, ആ കാര്യങ്ങൾ ഓർക്കുക. റിവിഷൻ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോ സമയത്തും നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട്, ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ആയിരിക്കണം, അല്ല ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എഴുതുക എന്നുള്ളതല്ല. ഷോർട്ട് നോട്ട്സ് ജസ്റ്റ് എല്ലാ ദിവസവും എല്ലാ വീക്കിലും എല്ലാ മന്തിലും നിങ്ങൾക്ക് ഒരു റിവിഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അതുപോലെ അതിൽ നിന്ന് തന്നെ നിങ്ങൾ ടെസ്റ്റുകൾ എഴുതുക. ആ ടെസ്റ്റുകൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ഏരിയാസ് മനസ്സിലാവും. അതിന് കുറച്ചുകൂടി ഊന്നൽ കൊടുത്ത് പഠിക്കുക. PYQs വേണ്ടി സെപ്പറേറ്റ് ടെസ്റ്റ് സീരീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടൊരു കളക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അടുത്തൊരു 4 to 5 months വേണം. ഒരു 6 months നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് സമയമില്ല. എക്സാം എത്ര പെട്ടെന്ന് വന്നാലും എക്സാം ഡിലേ ആയാലും നമ്മുടെ പ്രിപ്പറേഷൻ ഇതേ ഫാസ്റ്റ് പേസ് ആയിട്ട് തന്നെ കൊണ്ടുപോകും. ഒരു പവർ പ്രിപ്പറേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ പഠിക്കുന്ന രീതി, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിലും ഈ രീതിയിൽ തന്നെ പഠിക്കുക. സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റേജ് നോക്കി കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ കവർ ചെയ്യുക. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പഠിച്ചിട്ട് പോരുത്. അതിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടുന്ന 4-5 മാർക്കെങ്കിലും ഒപ്പിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഇല്ലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആൻസർ ഇല്ലാന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന വലിയ റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ സിലബസ് പഠിക്കുക. ഫൗണ്ടേഷൻ തൊട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സുകൾ ബേസിക്സ് തൊട്ട് കാണുക. എന്നിട്ട് അത്യാവശ്യം നമ്മളുടെ ഗേറ്റിൻ്റെയും എഞ്ചിനീയറിംഗ് സർവീസിൻ്റെയും SSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുക. അതെല്ലാം പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ എവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെസ്റ്റ് സീരീസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. ഓരോ ടോപ്പിക് കഴിഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക് വൈസ് ടെസ്റ്റ് എഴുതുക, സബ്ജക്ട് ടെസ്റ്റ് എഴുതുക, മോക്ക് ടെസ്റ്റ് എഴുതുക. ഇത് ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ടെസ്റ്റുകൾ എഴുതണം. ലാസ്റ്റ് മാസം എക്സാം എഴുതാമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്. അത് നമ്മൾ എഴുതാനും പോകുന്നില്ല, ആ സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് കാണത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഴുതുക, തോൽക്കുക. ഒരു 30 മാർക്കിൻ്റെ ടെസ്റ്റ് എഴുതുമ്പോൾ അതിൽ 10 എണ്ണം ശരിയാൽ മതി, ബാക്കി 20 എണ്ണം പഠിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അതാണ് ടെസ്റ്റ് സീരീസിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഈ മോക്ക് ടെസ്റ്റിലും പ്രാക്ടീസ് ടെസ്റ്റിലും ഫസ്റ്റ് റാങ്ക് മേടിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം. ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. പിന്നെ അതിലൂടെ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത്
ലോജിക് ബേസ്ഡ് ആണോ, ടൈപ്പ് ബേസ്ഡ് ആണോ, ഫോർമുല ബേസ്ഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇത് ഈ രീതിയിൽ വേണം നിങ്ങൾ ഏതൊരു ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇനി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിലൂടെ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു ലൂപ്പിലായിരിക്കണം നിങ്ങൾ അടുത്ത പ്രിപ്പറേഷനിലുള്ള ഈ 4-5 മാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് യാതൊരു ഇതുമില്ല. ഓരോ സബ് ടോപ്പിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ക്ലാസ്സോ അല്ലെങ്കിൽ ക്ലാസ് ഷെഡ്യൂൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സബ് ടോപ്പിക്സ് മനസ്സിലാവും. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കാണും, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കാണും. ഇത് രണ്ടും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോവുക. ചില സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിയറിറ്റിക്കൽ ആയിരിക്കും കൂടുതൽ വരിക, ചില സമയത്ത് ന്യൂമറിക്കൽ ആയിരിക്കും കൂടുതൽ വരിക. ന്യൂമറിക്കൽ ഒരു 40 ഒക്കെ വരികയാണെങ്കിൽ തന്നെ ആലോചിക്കാൻ ലെങ്തി ആവാൻ പോവുകയാണ് എക്സാം. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട്, ആദ്യം നിങ്ങൾ OMR അർപ്പിക്കാനായിട്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡേ 1 മുതൽ നിങ്ങളുടെ നോട്ട്സ് റെഗുലർ ആയിട്ട് എഴുതുക. ഷോർട്ട് നോട്ട്സ് മതി. നിങ്ങൾക്ക് സബ്സ്റ്റേഷനിലോ നിങ്ങളുടെ ഓഫീസിലോ പോയി ഇരുന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഷോർട്ട് നോട്ട്സ് വേണം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്. വലിയ ബുക്ക് 200 പേജിൻ്റെ ബുക്ക് എടുത്ത് വെച്ച് ഓരോ വാക്കും എഴുതി എടുക്കരുത്. ഷോർട്ട് നോട്ട്, അറിയാത്ത കാര്യം മാത്രം എഴുതുക. ഇനി സമയമില്ലാന്ന് എഴുതി നോട്ട് എഴുതാൻ സമയമില്ലാന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾ വലിയ റിസ്ക് ആണ് എടുക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ഇനി അത്രയ്ക്ക് നിങ്ങൾക്ക് ഓക്കെ ആണ്, അത്രയ്ക്ക് നിങ്ങൾ കംഫർട്ടബിൾ ആണ് എങ്കിൽ നിങ്ങൾ നോട്ട് എഴുതാതെ പഠിക്കാം. പക്ഷേ നോട്ട് എഴുതാതെ, ടു ബി ഹോണസ്റ്റ്, നോട്ട് എഴുതാതെ ടോപ്പിൽ വന്ന ആൾക്കാരെ എനിക്കറിയില്ല സത്യമായിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി എഫേർട്ട് എടുത്താണെങ്കിലും നോട്ട് എഴുതുക. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഡേ 1 മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് മുതൽ, ഫസ്റ്റ് മന്ത് മുതലെങ്കിലും ടെസ്റ്റ് സീരീസ് എഴുതുക. ഓക്കെ. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് വീക്ക് ഏരിയസ് ഐഡന്റിഫൈ ചെയ്യാനും റിവിഷനും പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ എക്സാമിന് വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് വേണ്ടി നിങ്ങൾ നോക്കുക. എക്സാം ഡേറ്റ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് തന്നെ 1 മാസം ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇനി എങ്ങനെ പഠിക്കണം എന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ട്. സ്റ്റാർട്ട് ചെയ്യും, 1 മാസം ഓൾറെഡി ആവാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ 5 മാസത്തിൽ 1 മാസം പോയി എന്ന് ആലോചിക്കുക. ഇനി 4 മാസം കൊണ്ട് വേണം ഇത് പഠിക്കാനായിട്ട്. ഇനി നോക്കുക, ഡെയിലി നിങ്ങളൊരു ക്വസ്റ്റ്യൻ ടാർഗറ്റ് വെക്കുക. ഞാൻ ഇത് പറയാൻ കാരണം, ഇപ്പോൾ വെറുതെ ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ജോലിയുടെ ഒപ്പം നിങ്ങളുടെ സമയമില്ലായ്മയുടെ ഇടയിൽ സമയം സ്ക്യൂസ് ചെയ്ത് വേണം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ടാർഗറ്റ് ഉണ്ടാക്കുക. ഒരു ദിവസം ഞാൻ 25 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 50 ചോദ്യം ചെയ്യുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഇത് ഇത്രയും ഒരു ദിവസം, അതായത് ഇനി അടുത്ത ഞാൻ പറഞ്ഞൊരു 5 മാസമുണ്ട്. ഈ 150 ദിവസം, ഈ 150 ദിവസം നിങ്ങളൊരു 50 ചോദ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എത്ര ചോദ്യമായി നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ആ ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒരു ദിവസം ഞാൻ 50 ചോദ്യം ചെയ്താൽ, ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ 25 ചെയ്താൽ മതി. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ സമയം വെച്ചിട്ട്, നിങ്ങളുടെ കാലിബർ വെച്ചിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യുക. ആ ടൈമിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. അത് എല്ലാ ദിവസവും ഇറ്റ് ഷുഡ് ബി എ ഡെയിലി ടാർഗറ്റ്, ഡെയിലി ക്വസ്റ്റ്യൻ ടാർഗറ്റ് വേണം. ഇത് ഞാൻ സ്പെസിഫിക്കലി പറയുന്നത് AE ബൈ ട്രാൻസ്ഫർകാർക്ക് വേണ്ടിയാണ്. അപ്പം നിങ്ങളുടെ സമയമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ ഈ സമയം കണ്ടെത്തി എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ഡെയിലി ടാർഗറ്റ് മീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 5 മാസമാണ്, 1000 മണിക്കൂർ നിങ്ങൾ പഠിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, 1.5 മണിക്കൂർ എക്സാമിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ 1000 അവർ, ഇത് മിനിമം ആണ്. അപ്പോൾ 1000 അവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ഒരു ദിവസം എത്ര ആവാം നിങ്ങളുടെ സമയം വെച്ചിട്ട്. ഇപ്പോൾ ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില ദിവസങ്ങളിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ പറ്റണമെങ്കിൽ അത് ഏത് ചെയ്യുക, ഹോളിഡേയ്സിൽ കോമ്പൻസേറ്റ് ചെയ്യുക. വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ അല്ലാതെ പോകുന്നതിനും കാട്ടിയും എക്സാം എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഈ അവേഴ്സും ഈ ടാർഗറ്റും നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്യുക. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഹൈറ്റ് വെയിറ്റേജ് ടോപ്പിക്സ്, പ്രാക്ടീസസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. കണ്ടോ, 10 സബ്ജക്റ്റ് 100 മണിക്കൂർ, ഈ ഓരോ സബ്ജക്റ്റിനും 100 മണിക്കൂർ വെച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1000 മണിക്കൂറായി. ഈ രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഡെയിലി ടാർഗറ്റ്, ഈ 100 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ടൈം വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നേരത്തെ റാങ്ക് ലിസ്റ്റ് ടോപ്പിൽ തന്നെ എത്താൻ പറ്റും. ഫസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ ഈ പറയുന്ന അടുത്ത പ്രൊമോഷൻ ലിസ്റ്റിൽ നിങ്ങളും ഉണ്ടാവും. ആ കാര്യം നിങ്ങൾ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പാടുപെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഇനി ഇതിന് നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ ഓൾറെഡി നോട്ട്സ് ഉണ്ട്, പണ്ട് പഠിച്ചിട്ടുണ്ട്, കമ്പൈൻ സ്റ്റഡിയാണ് അത് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സബ്ജക്റ്റ് അറിയാമെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഒരുപാട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾക്ക് പ്രാക്ടീസിന് കിട്ടും. അത് വാങ്ങുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിൽ തന്നെ എക്സ്പ്ലനേഷൻ നോക്കുക. അത് കറക്റ്റ് ആണോ എന്ന് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്താൽ മാത്രം മതി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ആ എക്സാമിൻ്റെ ഒരു പ്രാക്ടീസും നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടെസ്റ്റ് സീരീസിലാണെങ്കിലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ എഴുതണമെന്ന് വെച്ചാൽ ഇത്രയും ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്ട് ടെസ്റ്റുകൾ ഇത്രയുണ്ട്, പാർട്ട് ടെസ്റ്റുകൾ ഇത്രയുണ്ട്. അതായത് 35 ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ പാർട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ്ജക്റ്റ്, ഒന്നിലധികം സബ്ജക്ട്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള പാർട്ട് ടെസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത PYQ ടെസ്റ്റ് ഉണ്ട്, അതായത് ഡിഗ്രി ലെവലിലുള്ള
രീതിയിലുള്ള പ്രീവിയസ് ഇയർ കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് 15 ആഡ് ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റുകൾ 15 ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും അറ്റംപ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് കിട്ടും. ഈ പാർട്ട് ടെസ്റ്റൊക്കെ പലതും 75 മാർക്കിൻ്റെ ഒക്കെയാണ്. അതുപോലെ തന്നെ PYQ ടെസ്റ്റുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ആക്ച്വൽ ഒരു എക്സാം എഴുതുന്ന ഒരു ഫീൽ കിട്ടും. 100 മാർക്സിൻ്റെ കറക്റ്റ് ഈ പറയുന്ന പോലെ സബ്ജക്ട് വൈസ് ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ടെസ്റ്റുകളാണ്. അത് കറക്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ഈ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലേറ്റസ്റ്റ് കേരള PSCയുടെ PYQs ഉൾപ്പെടെ ആഡ് ചെയ്തിട്ടുള്ള 10 സബ്ജക്ട് ടെസ്റ്റും ഓരോ സബ്ജക്റ്റിനും നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ട് ടെസ്റ്റ് 2 സബ്ജക്റ്റ് കമ്പൈൻ ചെയ്തിട്ടുള്ള പാർട്ട് ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു കോൺഫിഡൻസ് ലെവലിലെത്തും. ആ കോൺഫിഡൻസ് ലെവലിൽ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ചാനൽ, നമ്മുടെ ടെലഗ്രാമിൽ തന്നെ സ്റ്റഡി ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ സ്റ്റഡി ഗ്രൂപ്പിൽ തന്നെ നമ്മളുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. എല്ലാ ആപ്പിൽ മാത്രമായിരിക്കും നമ്മൾ അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ ഷോർട്ട് നോട്ട്സ് സെലക്റ്റഡ് ടോപ്പിക്സിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സെലക്റ്റഡ് തിയററ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സിന് നമ്മൾ ഷോർട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. സ്കോർ ക്വിസസ് നിങ്ങൾക്ക് ഡെയിലി നമ്മുടെ ഈ ടെലഗ്രാം ചാനൽ, ഈ ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് തന്നെ നമ്മുടെ കോഴ്സസിൻ്റെ അകത്ത് അതിൻ്റെ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓരോ ദിവസവും നമ്മൾ 10 ചോദ്യം വെച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കുക. അത് നിങ്ങൾക്ക് നിങ്ങൾ ഏത് കോഴ്സാണ് എടുത്തേക്കുന്നത് ആ കോഴ്സിൻ്റെ അകത്ത് തന്നെ ഫോൾഡർ വൈസ് ഈ ക്വിസസും അതുപോലെ ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്കോർ ക്യൂ കാർഡ്സും അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ കാർഡ്സ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കാർഡിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഏരിയാസ്, ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ആൻസേഴ്സ് ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ക്യൂ കാർഡ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് നിങ്ങളുടെ അതായത് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നോക്കുക. അതൊക്കെ റിവിഷന് സഹായിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നത് നോക്കി നിങ്ങളുടെ ഡ്യൂട്ടിക്കിടയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ആ കാര്യങ്ങൾ ഓർക്കുക. ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ക്വിസസ് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ ആപ്പിലും അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പിലും അവൈലബിൾ ആണ് ഡെയിലി ക്വിസസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്യൂ കാർഡ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്വസ്റ്റ്യൻ കാർഡ് ഫോർ ക്വിക്ക് റിവിഷൻ, പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ചില കൊനസ്റ്റ് പിടിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആസ്പെക്ട്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ക്യൂ കാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നോട്ട്സ് ഉണ്ടാക്കുക. എന്നിട്ട് ഓരോ ദിവസവും കഴിയുമ്പോൾ, ഓരോ റിവിഷൻ കഴിയുമ്പോഴും നിങ്ങളുടെ നോട്ട്സിനെ ട്രിം ചെയ്യുക. നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞ സ്ട്രാറ്റജിയാണ്. ഒരു നോട്ടും വെച്ചുകൊണ്ട് 6 മാസം ഇരിക്കരുത്. അത് കഴിയുമ്പോഴത്തേക്ക് പുതിയ നോട്ടാക്കുക. ചെറിയ നോട്ട് മതി. ഒരു 20 പേജ് 30 പേജ് അല്ലെങ്കിൽ 50 പേജിൻ്റെ നോട്ട് മതി. അത് വെച്ചിട്ട് ഇങ്ങനെ ട്രിം ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണോ കൊണ്ടുപോകാനോ അത് യൂസ്ഫുൾ ആയിരിക്കും. നോട്ട് എഴുതാതെ ദയവ് ചെയ്ത് മുന്നോട്ട് പോകരുത്. നോട്ട് എഴുതി തന്നെ പോവുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലേസിൻ്റെയും അതുപോലെ തന്നെ ഷോർട്ട് കട്ട്സിൻ്റെയൊക്കെ ചാർട്ടുകൾ എഴുതി വെക്കുക. അതെല്ലാം നിങ്ങൾ എഴുതി നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തോ മുകളിലോ ആ ചെവരിലോ ഒക്കെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും പ്ലാൻ ചെയ്യാനായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലധികം സബ്ജക്ട്സ് കുറച്ചങ്ങോട്ട് പോകും. ആദ്യത്തെ ഫസ്റ്റ് ഒരു വീക്ക് അല്ലെങ്കിൽ 2 വീക്കൊന്നും നിങ്ങൾ എല്ലാ സബ്ജക്ട്സും കയറി പഠിക്കരുത്. പയ്യെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ 2 or 3 സബ്ജക്ട്സ് ഒക്കെ പാരലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അതിൻ്റെ റിവിഷൻ, കാരണം പാരലായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ റിവിഷൻ പാരലായിട്ട് കൊണ്ടുപോകുക. ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, എക്സാം ഡേ 1 മുതൽ എഴുതുക. എന്നാൽ മാത്രമേ വീക്ക് ഏരിയസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ടും ടെസ്റ്റുകൾ എഴുതി മോട്ടിവേറ്റഡ് ആയിരിക്കുക. ടെസ്റ്റ് എഴുതി നിങ്ങൾ തോറ്റോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാതെ നമുക്ക് നമ്മുടെ ഫൈനൽ എക്സാമിന് അത് പെർഫോം ചെയ്യാൻ പറ്റില്ല. അത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ വെയിറ്റേജ് ഏരിയാസും ഫ്രീക്വൻറ്റ് റിവിഷനും ഏതൊക്കെ വേണമെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കോഴ്സിലാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കോഴ്സിൽ ഈ രീതിയിൽ നമ്മൾ ഓരോ ഇതും ഫോൾഡർ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് നോട്ട്സ്, എക്സാംസിന് സെപ്പറേറ്റ് ഫോൾഡർ, സ്കോർ ക്യൂ കാർഡ്സിന് സെപ്പറേറ്റ് ഫോൾഡറാണ്. ക്ലാസ് വീഡിയോസിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ക്ലാസ്സസും ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പ് മെൻറ്റർ സപ്പോർട്ട് നിങ്ങളുടെ ഈ പറയുന്ന കോഴ്സ് അപ്ഡേറ്റ്സ് ഫോൾഡറിനകത്ത് ഉണ്ടാവും. അത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് മെൻറ്റർ സപ്പോർട്ട് നമ്പറിലേക്കാണ് ഡൗട്ട് ചോദിക്കേണ്ടതെന്നുള്ളത് അത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. വാട്സാപ്പിൽ നോക്കുക. ക്ലാസ് വീഡിയോസ് നമ്മളിതാ ഇങ്ങനെയാണ്. ഓരോ നമ്മുടെ സിലബസ് മാത്രമല്ല കേട്ടോ, സിലബസിനുള്ളതിനേക്കാൾ കൂടുതൽ ഫോൾഡേഴ്സ് ആയിട്ടാണ്, നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി ഓരോ ഫോൾഡേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സർക്യൂട്ട്സ്, മാഗ്നറ്റിസം, മെഷീൻസ്, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, മെഷർമെന്റ്സ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഡിജിറ്റൽ, മൈക്രോ പ്രോസസർ ആൻഡ് കൺട്രോളർ, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ഡിസൈൻ ആൻഡ് വയറിംഗ്, യൂട്ടിലൈസേഷൻ, ഇലക്ട്രിക് പവർ, ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുറേ കൂടി ഫോൾഡേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സസ് എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ട് തന്നിട്ടുണ്ട്. നോക്കുക. ഇനി ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഷെഡ്യൂളും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ക്ലാസ് ഷെഡ്യൂളും ടെസ്റ്റ് ഷെഡ്യൂളും അഡ്വാൻസ്ഡ് ടെസ്റ്റ് ഷെഡ്യൂളും തന്നിട്ടുണ്ട്. ഈ അഡ്വാൻസ്ഡ് ക്ലാസ് ഷെഡ്യൂളും അതുപോലെ തന്നെ നോർമൽ ക്ലാസ് ഷെഡ്യൂളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ഷെഡ്യൂൾ സാധാരണ ഒരു 25-26 വീക്സ് കൊണ്ട് 25 വീക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ
പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് 20 വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ടോപ്പിക്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ടെസ്റ്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏത് വേണോ നിങ്ങളുടെ സമയാനുസരണം അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പോയിന്റ് ക്ലിയർ ആണോ? ക്ലാസ് ഷെഡ്യൂളും ടെസ്റ്റ് ഷെഡ്യൂളും. ഓക്കെ, നോക്കുക, ഇവിടെ ഞാൻ ക്ലാസ് ഷെഡ്യൂൾ കാണിച്ചിട്ടുണ്ട്. നോക്കുക, മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം സാറ്റർഡേ സെൽഫ് റിവിഷൻ, സൺഡേ ഈ പറയുന്ന പോലെ പ്രാക്ടീസ് ടെസ്റ്റ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ടെസ്റ്റാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് ഉൾപ്പെടെ അതിൻ്റെ പേര് ഉൾപ്പെടെ നിങ്ങളുടെ ഷെഡ്യൂൾ, ക്ലാസ് ഷെഡ്യൂളിൽ, നമ്മുടെ ഈ ക്ലാസ് ഷെഡ്യൂളിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് ഷെഡ്യൂൾ എല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. നോക്കാം, ദാറ്റ് ഇസ് ഈ ഒരു കോഴ്സ് അപ്ഡേറ്റ്സും കോഴ്സ് ഷെഡ്യൂൾ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്ലാസ് ഷെഡ്യൂളും ടെസ്റ്റ് ഷെഡ്യൂളും എല്ലാം അവൈലബിൾ ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നോക്കാം, ഓക്കെ, ആണോ ക്ലാസ് ഷെഡ്യൂൾ, ടെസ്റ്റ് ഷെഡ്യൂൾ. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ഫോളോ ചെയ്യാൻ പറ്റുക. ക്ലാസ് ഷെഡ്യൂളാണ് ഇത് ഫോളോ ചെയ്യുന്നെങ്കിൽ ടെസ്റ്റ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. ഇനി ക്ലാസ് ഷെഡ്യൂൾ അഡ്വാൻസ്ഡ് ആണ് ഫോളോ ചെയ്യുന്നെങ്കിൽ ടെസ്റ്റ് ഷെഡ്യൂൾ അഡ്വാൻസ്ഡ് ഫോളോ ചെയ്യുക. ഈ വീക്സിൻ്റെ വ്യത്യാസമുള്ള സമയം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഏത് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതും നമ്മുടെ ഷെഡ്യൂളിൽ കിടപ്പുണ്ട്. നോക്കുക, ഇനി ടെസ്റ്റുകളാണെങ്കിൽ നോക്കിയേ, ഇവിടെ ഈ രീതിയിൽ വീക്ക് 1 നിങ്ങൾ എഴുതേണ്ട ടെസ്റ്റ് ആ വീക്ക് വൈസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നെറ്റ്വർക്ക് ക്ലാസ് ടെസ്റ്റ് 1 അത് 30 മാർക്കിൻ്റെയാണ്, 25 മിനിറ്റ്സ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. ഓരോ രീതിയിലും എന്ത് ചെയ്യുക, വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 5 വരെ, അത് അങ്ങോട്ടുള്ള എല്ലാ വീക്സും ഞാൻ നേരത്തെ പറഞ്ഞ 25 വീക്സ് വരെ ഉള്ളതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് ഫോളോ ചെയ്യുക, ഡെയിലി ടാർഗറ്റ് ക്വസ്റ്റ്യൻസ് മീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് പഠിച്ച് തുടങ്ങുക എത്രയും പെട്ടെന്ന്. നമുക്ക് കേരള PSC എക്സാംസ് എത്ര സമയം കിട്ടുമെന്ന് നമുക്കറിയില്ല. സാധാരണ ഇതിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് പെട്ടെന്ന് എക്സാം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മിനിമം സമയമാണ് അതിനെ ഏറ്റവും എഫക്റ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.